അപ്പോൾ നമുക്കിനി റിസൾട്ട് നോക്കാം. അപ്പോൾ എൻ്റെ ഓതറൈസ്ഡ് കാർഡ് ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ചെയ്തപ്പോൾ എൻ്റെ ID ഒക്കെ ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കാം. ഫെയിൽഡായി. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. 3 ചാൻസസാണ് ഉള്ളത്. 3 ഫെയിലായി കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു വഴിയുണ്ട്. അപ്പം ഇപ്പം എൻ്റെ 3 ഫിംഗർ പ്രിൻറ്റ് ഫെയിലായി. അപ്പം നമ്മൾ ഈ ഓതറൈസർക്ക് ഒരു ഇൻഡിവിജ്വൽ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പാസ്വേഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വോട്ടിംഗ് മെഷീൻ. കള്ളവോട്ടില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് സ്വപ്നം കാണുന്നവർക്കായി ഭാവിയിൽ ഇനി അതും സാധ്യമാകുമെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു മിടുക്കൻ. സാങ്കേതിക വിദ്യയും ജനാധിപത്യവും സമന്വയിപ്പിച്ച് അത്യാധുനിക സ്മാർട്ട് വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കിയിരിക്കുകയാണ് കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക GSSലെ PV ശിവനന്ദ്. +1 സയൻസ് വിദ്യാർത്ഥിയായ ശിവനന്ദ് ഫിംഗർ പ്രിന്റ്, ആധാർ പിൻ കോഡ്, റേഷൻ കാർഡ് വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് അത്യാധുനിക രീതിയിൽ സ്മാർട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലൂടെയാണ് ശിവനന്ദിന് ഇത്തരമൊരു ആശയത്തിന് തുടക്കമായത്. അങ്ങനെ ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിൽ നിർമ്മിച്ച ഈ പുത്തൻ കണ്ടുപിടുത്തം ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ദിശ എക്സ്പോ രാജ്യാന്തര കരിയർ കോൺക്ലേവിൽ വോട്ടിംഗ് മെഷീൻ പ്രവർത്തനം അവതരിപ്പിച്ചിരുന്നു. മികച്ച പ്രതികരണമാണ് ഇവിടെ നിന്നും ലഭിച്ചതെന്ന് ശിവനന്ദ് പറയുന്നു. ഞാൻ ഈ ഇൻവെൻഷനിലേക്ക് വരാൻ ഇടയാക്കിയത് എൻ്റെ സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷനാണ്. അപ്പം ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. അപ്പം അവിടെ നോർമലി ബാലറ്റ് വഴിയാണ് വോട്ടുകൾ ശേഖരിക്കാറ്. അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു എങ്ങനെ നമുക്ക് ഒരു പുതുമയോടെ നമുക്ക് എങ്ങനെ ഈ ഇലക്ഷൻ പുതുമയാക്കാം എന്ന് പറഞ്ഞപ്പം ഞാനാ പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് വോട്ടിംഗ് മെഷീനിലൂടെ നമുക്ക് ഇലക്ഷൻ നടത്തിക്കൂടാം. അപ്പോൾ ആ സമയത്ത് ഞാൻ VVPAT കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം വെറും 2 ദിവസം കൊണ്ടാണ് ഞാനൊരു വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കിയത്. അപ്പം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഫീച്ചേഴ്സൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായില്ല. അതിൻ്റെ അകത്തുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ കുറവായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിറ്റക്ഷൻ ഒന്നുമില്ല. ജസ്റ്റ് പോവുക വോട്ട് ചെയ്യുക, അത്ര മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. യാഥാർത്ഥ്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VVPAT എങ്ങനെയാണോ അതുതന്നെയാണ് ആ ഒരു മെഷീൻ. ആ മെഷീൻ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ വന്നത് എന്തുകൊണ്ട് അതിനെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിക്കൂടാം. അപ്പം ഒരിക്കൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം ക്രെഡിറ്റ് കാർഡ് ഇൻസേർട്ട് ചെയ്ത് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ക്രെഡിറ്റ് കാർഡിലെ ഈ ഒരു ചിപ്പ് ഞാൻ സഡൻലി നോട്ടീസ് ചെയ്യാൻ ഇടയാക്കി. ഈ ഒരു ചിപ്പ് അപ്പം ഇതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ മോഡൽ പോലെ തന്നെ ഒരു കാർഡാണ്. അപ്പം ഈ ഒരു കാർഡാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്പ് കണ്ടപ്പോൾ ഞാനൊന്ന് ഷോക്കായിപ്പോയി, പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റക്കായിപ്പോയി. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ഒരു വോട്ടർ ID നിർമ്മിച്ചുകൂടാ? ഒരു മനുഷ്യനെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ടുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മെഷീൻ ഉണ്ടാക്കിക്കൂടാന്നുള്ള ഒരു ഐഡിയ അപ്പോഴാണ് കടന്നു വന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ മെഷീൻ ഉണ്ടാക്കാൻ എനിക്ക് ഒരു കൊല്ലത്തോളം സമയമെടുത്തു. കഴിഞ്ഞ ഒരു മാർച്ച് ടൈമിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, റിസർച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്താണ്. അതായത് ഈ മെഷീൻ ഇംപ്ലിമെൻ്റ് ആയിക്കുന്ന ഗുണങ്ങൾ എന്താ വിചാരിച്ചാൽ എങ്ങനെ വന്നാലും അതായത് 100 അല്ല 110% ഉറപ്പാണ് ഒരു തരത്തിലെ കള്ള വോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടോ നടക്കില്ല. മാനിപ്പുലേഷനോ ഫങ്ഷനിങ്ങോ ഒന്നും നടക്കൂല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇൻസ്പയർ അവാർഡ് ലഭിച്ച തുകയാണ് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കാനായി ഉപയോഗിച്ചത്. ശിവനന്ദിന് എല്ലാ പിന്തുണയുമായി അധ്യാപകരും കുടുംബവും ഒപ്പമുണ്ട്. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ സ്കൂളിന് കൂടി അഭിമാനമാവുകയാണെന്ന് അധ്യാപകരും പറയുന്നു. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ശിവനന്ദിൻ്റെ സ്മാർട്ട് വോട്ടിംഗ് മെഷീൻ്റെ ഒരു പ്രദർശനം നമ്മുടെ CGAC കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെൻ്റ് കൗൺസിലിംഗ് സെല്ല് നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കരിയർ എക്സ്പോ ആയ ദിശ 6ാമതായി നടത്തിയ ദിശ കോട്ടയത്താണ് നടന്നത്. അവിടെ വെച്ച് പ്രദർശിപ്പിക്കുകയുണ്ടായി. ഈ സ്മാർട്ട് വോട്ടിംഗ് മെഷീൻ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ അടക്കം മുക്തഖണ്ഡം പ്രശംസിക്കുകയും ഉണ്ടായി. ഈ അത്യാധുനിക ലോകത്ത് ജനാധിപത്യവും അതേപോലെ നമ്മുടെ ടെക്നോളജിയും ഒക്കെ ഒത്തിണക്കിക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത ഈ സ്മാർട്ട് വോട്ടിംഗ് മെഷീൻ കള്ളവോട്ട് തടയുന്നതിനും കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് വോട്ടിംഗ് നടത്തുന്നതിനും ഏറെ ഉപയോഗപ്രദമാണ്. ശിവനന്ദ് വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ്. ശിവനന്ദ് നമ്മുടെ ഇൻസ്പയർ സ്കോളർഷിപ്പ് തുക ഉപയോഗിച്ചിട്ടാണ് ഈ
വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയെടുത്തത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പല പല ആക്ടിവിറ്റീസിലും അതുപോലെ കായികമേള, കലാമേള എല്ലാത്തിലും കൂടാതെ ശാസ്ത്രമേള തുടങ്ങിയ പ്രവർത്തനങ്ങളിലും തൻ്റേതായ പ്രാതിനിധ്യം ശിവനന്ദ് വഹിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും അവനെ ഭാവിയിലേക്ക് നേരുന്നു. കല്യാശ്ശേരി ശിവാരാധന വീട്ടിൽ VP വിനോദ് കുമാറിന്റെയും അധ്യാപികയായ പ്രസീതയുടെയും മകനാണ് ശിവനന്ദ്. സഹോദരി ശിവാനി 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ മെഷീനിൽ 2 ടൈപ്പ് ഓഫ് മോഡ്സാണ് ഉള്ളത്. ഒന്ന് വോട്ടിംഗ് മോഡ്, ഒന്ന് റിസൾട്ട് മോഡ്. അപ്പം വോട്ടിംഗ് മോഡിൽ നിന്ന് റിസൾട്ട് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കീ സ്വിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഈ കീ സ്വിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോട്ടിംഗ് മോഡിൽ നിന്ന് റിസൾട്ട് മോഡിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇതൊരു കീ സെക്യൂരിറ്റി ഫീച്ചറാണ്. ഞാനപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യാണ്. വോട്ടിംഗ് മോഡിൽ നിന്ന് റിസൾട്ട് മോഡിലേക്ക് മാറുകയാണ്. ഇപ്പം ഇൻസേർട്ട് ഓതറൈസ് കാർഡ് ടു വ്യൂ റിസൾട്ട്സ്. ഇപ്പം റിസൾട്ട് മോഡിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമുക്കിനി റിസൾട്ട് വ്യൂ ചെയ്യാം. റിസൾട്ട് വ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഓതറൈസ്ഡ് കാർഡ് ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് വ്യൂ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാനിപ്പം ഇവിടെ എൻ്റെ കാർഡാണ് ഓതറൈസേഷൻ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഈ കാർഡ് ആഡ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്ത് റിസൾട്ട് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എൻ്റെ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ കാർഡ് ഇൻസേർട്ട് ചെയ്തു. വെൽക്കം ശിവനന്ദ്, ഓതൻറ്റിക്കേഷൻ റിക്വയർഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫിംഗർ വെച്ച് കൊടുക്കാം. ഫിംഗർ ഫെയിൽഡായി. നമുക്കൊന്നും 3 ചാൻസസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫെയിൽഡായി. നമുക്കൊന്നും കൂടി വെച്ച് നോക്കാം. ഇപ്പം എൻ്റെ കാർഡിൻ്റെ ഫിംഗർ പ്രിൻറ്റ് 3 തവണയും ഫെയിലായി. ഇപ്പം 3 തവണയും ഫെയിലായതുകൊണ്ട് ഓതൻറ്റിക്കേഷൻ, അതായത് റിസൾട്ട് വ്യൂ ചെയ്യേണ്ട ഓതറൈസർക്ക് ഒരു പ്രത്യേക പാസ്വേഡാണ്. അതായത് ബാക്കിയുള്ള ഇൻഡിവിജ്വൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു വലിയൊരു പാസ്വേഡാണ്. ആ പാസ്വേഡ് എല്ലാവരിൽ നിന്നും കുറച്ചും കൂടി സ്പെഷ്യലായിരിക്കും. അപ്പോൾ നമുക്ക് ആ പാസ്വേഡ് അടിച്ചു കൊടുക്കാം.